സുജാതൻ, മണിക്കൂറുകളേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനായിട്ട്. അതെ. പലരും ഒപ്പീനിയൻ പോളും സർവേയും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒരു ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ സർവേ യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് കരുതാകുന്ന ഒരെണ്ണം സുജാതൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഒരു 1/2 ഡസൻ സർവേ ഫലങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പരിശോധിച്ചു. അപ്പോൾ അതിൽ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ നടത്തിയതുകൊണ്ട് പുറമേയുള്ള ചില പ്രശസ്തമായ ഏജൻസികൾ മുമ്പും നടത്തി, ഈ ക്രെഡിബിലിറ്റി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ട്. അവർ നടത്തിയ പ്രീപോൾ സർവേ ഫലമാണ് ഇപ്പം വന്നിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു അനാലിസിസ്, പ്രീപോൾ സർവേയുടെ വെളിച്ചത്തിൽ നടത്തിയ ഒരു ഡിസ്കഷൻ പ്രണോയ് റോയ് നടത്തിയതാണ്. NDTVക്ക് വേണ്ടിയാണ് അദ്ദേഹം ഒരു പാനൽ വെച്ചിട്ട് അതിന് ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ 4 പേര്, പ്രണോയ് റോയ് അടക്കം 4 പേര് നിന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിൽ അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെയുള്ളവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുന്നു. ഇതെല്ലാം കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ആ ഡിസ്കഷൻ അവർ സമ്മപ്പ് ചെയ്യുന്നത്, അവർ നടത്തിയ ഒരു പ്രീപോൾ സർവേയുടെ ഫലം ഇപ്രകാരമാണ്. അതായത് അവർ UDFന് ഒരു സ്ലൈറ്റ് എഡ്ജ് കാണുന്നു. അത് സ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്ലൈറ്റസ്റ്റ് എഡ്ജ്, ഒരു സീറ്റിൻ്റെ മുൻകൈയാണ് അവർക്കുള്ളത്. അതായത് അവർ 66 സീറ്റ് നേടും. 65 സീറ്റ് വാങ്ങി LDF തൊട്ടടുത്ത് തന്നെ നിൽക്കും. അപ്പോൾ പിന്നെ അവശേഷിക്കുന്ന 9 സീറ്റിൽ 6 എണ്ണം BJP ഒറ്റയ്ക്ക് നേടും, 3 എണ്ണം സ്വതന്ത്രന്മാർ. അത് BJPയുടെ 2020 അടക്കമുള്ള അവരെ സ്വതന്ത്രൻ എന്നാണ് കണക്കൂട്ടുന്നത്. അത് 3 പേര് വരും. അങ്ങനെ ഒരു റിസൾട്ടാണ് പ്രീപോൾ സർവേയിൽ പ്രണോയ് റോയും കൂട്ടരും സെപ്പോളജിസ്റ്റുകൾ എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഏറെക്കുറെ വസ്തുതയുമായിട്ട് അടുത്ത് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞു. ഒരു ഹങ് അസംബ്ലിക്കുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. അത് അതിലെ ആ കാര്യത്തിൽ അന്ന് ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് ഞാനത് അവതരിപ്പിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 4-ാം തീയതിക്ക് ശേഷം നടത്തിയ ഈ സർവേയുടെ ഫലവും ഏറെക്കുറെ അതിനോടടുത്ത് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് എനിക്ക് ആ റിസൾട്ടിനോടൊരു കൗതുകം തോന്നിയത്. അത് ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിയപ്പം അത് വസ്തുതാപരമാകാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷേ മെയ് 4-ാം തീയതിയിലെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നതും ഇതുപോലെ ഒരു തൂക്ക് സഭ ഉണ്ടാകും എന്നതാണ്. കേരളത്തിലൊരു തൂക്ക് സഭ ഉണ്ടാകുകയാണെങ്കിൽ എന്താണ് പിന്നീട് പാർട്ടികൾ, മുന്നണികൾ ചെയ്യുക? അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂറുമാറ്റങ്ങൾക്ക് അപാരമായ സാധ്യതയാണ്. ഏതായാലും ഒരു നിയമസഭ പിരിച്ചുവിട്ട് പിന്നീട് 6 മാസം ഗവർണർ ഭരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യതയേക്കാൾ കൂടുതൽ ഗവർണർ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള പോസിബിലിറ്റീസ് ആരായി. അപ്പോൾ ഏറ്റവും വലിയ കക്ഷിയായി വരുന്ന 66 അംഗങ്ങളുള്ള UDFൻ്റെ കക്ഷിയോട്, UDFൻ്റെ നേതാവിനോട് സർക്കാർ ഉണ്ടാക്കാവുന്നത്. അപ്പോൾ ഏത് കക്ഷിയെ കിട്ടും? LDFൻ്റെ ഏതെങ്കിലും ഒരു കക്ഷിയെ കിട്ടാൻ സാധ്യത ഒന്നും കാണുന്നില്ല. പിന്നെയോ BJPയുടെയും സ്വതന്ത്രന്മാർ 9 പേരെ എല്ലാരെങ്കിലും BJP അങ്ങനെ ഒരു LDF ഗവൺമെൻറ് ഉണ്ടാക്കാൻ പിന്തുണ കൊടുക്കില്ല. പിന്നെ പറ്റാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം കോൺഗ്രസിനകത്ത് 4-5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഭൈമിക കാമുകന്മാരായി കാത്തു നിൽക്കേ, അതിലൊരു ഗജകില്ലൻ കാലുമാറാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 10-30 കോൺഗ്രസ് MLAമാർ BJPയോട് ചേരുകയാണെങ്കിൽ 1960-ലെ ഒരു പൊളിറ്റിക്കൽ പോസിബിലിറ്റി കിടക്കുന്നു. പിന്നെ 70-ൽ അത് ആവർത്തിക്കുകയും ചെയ്തു. 2 സാഹചര്യം ഞാൻ പറയാം. 60-ൽ PSPയുടെ പട്ടംതാണു പിള്ളയെ കോൺഗ്രസ് പിന്തുണച്ച് മുഖ്യമന്ത്രിയായി. R ശങ്കർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായ കാലം. അത് ഒരു കൊല്ലം കഴിഞ്ഞ് പട്ടംതാണു പിള്ളയെ പഞ്ചാബിലേക്ക് ഗവർണറാക്കി വിടുകയും ചെയ്തു. അത് പിന്നൊരു വേറൊരു പൊളിറ്റിക്കൽ ഇൻസിഡൻറ്റ്. അപ്പോൾ ഈ തരത്തിലൊരു പോസിബിലിറ്റി വരികയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയായി കോൺഗ്രസ് പുതുതായി രൂപം കൊള്ളുന്ന ഒരു കോൺഗ്രസ് പാർട്ടി, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ സോണിയാഗാന്ധിയുടെയോ രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസ് ആകണമെന്നില്ല. അവരൊരു പ്രാദേശിക കോൺഗ്രസ്
ഡെമോക്രാറ്റിക് ലിബറൽ പാർട്ടി ഉണ്ടാക്കുന്നു. അതിൻ്റെ നേതാവായി വരുന്ന ഒരാളിന് BJP പിൻബലം കൊടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ വികസനത്തെ, അത് രാജീവ് ചന്ദ്രശേഖരൊക്കെ വിഭാവന ചെയ്യുന്ന നാളത്തെ കേരളം എന്ന സങ്കല്പത്തിന് ഇണങ്ങിയ ഒരു ഗവൺമെൻറ് വരാം. അത് കേരളത്തിൻ്റെ സാധ്യതകൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ് വരാം. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണാവുന്ന ഒരു പോസിബിലിറ്റി, LDFിലേക്ക് ഇതിനൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ തുനിയുകയാണെങ്കിൽ, അവരൊരു ക്ലെയിം വയ്ക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് UDF വിട്ടുപോകും. അതെ, അവർ പ്രത്യേകിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു അവർക്ക് ഇനി വെയിൽ കൊള്ളാൻ അവരെ കിട്ടില്ല. കാരണം അവർ മലബാറിലെ ട്രേഡേഴ്സിൻ്റെ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എത്ര കാലം 10 കൊല്ലം അവർ പുറത്ത് നിൽക്കുകയാണ്. ഇനി അവർക്ക് പറ്റില്ല. മതമാണ് വലിയ കാര്യമെന്ന് പ്രസംഗിക്കുന്ന നേതാക്കൾ നഷ്ടപ്പെട്ട 10 കൊല്ലം എങ്ങനെങ്കിലും ഭരണത്തിൽ കയറിയിട്ട് റീഗെയിൻ ചെയ്യാനായിട്ട് അധ്വാനിക്കാൻ പോവുകയാണ്, കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവർ ഈ പോസിബിലിറ്റി അവർ എത്രയും പെട്ടെന്നൊരു ഭരണം കൂടത്തെ ഉണ്ടാക്കാൻ കെൽപ്പുള്ളവരുടെ കൂട്ടത്തിലേക്ക് അവർ ചാടും. അങ്ങനെ വരികയാണെങ്കിൽ അവർക്കൊരു 10, 17, 20 സീറ്റ് കിട്ടിയെന്ന് വരികയും അവർ ചേർന്നാൽ ഈ കക്ഷികൾ 2 ഗ്രൂപ്പിൽ ആർക്കും ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാം. കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അവർ മുന്നണി വിട്ടു പോകും. BJP ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലീഗിന് BJP NDA ചേരുന്നതിന് എന്താണ് വിഷമം? ഒരു കുഴപ്പമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഭാവിക്ക് അങ്ങനെ ഒരു സാധ്യത ഉപയോഗിക്കുന്നത് എപ്പോഴും ഗുണകരമായിരിക്കും. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് അനുകൂലമായ ഒരു ഗവൺമെൻറ് ഇവിടെ വരുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായി തീരുക. പക്ഷേ ഈ 9 സീറ്റ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടുമെന്ന് സുജാതൻ അവർ പറഞ്ഞല്ലോ. അതെ, അത് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിനുള്ളൊരു ക്രിട്ടിക്കൽ മാസ് ആയിട്ടുണ്ടോ എന്നുള്ളതിൽ സംശയമുണ്ട്. പക്ഷേ ഇങ്ങനെയും ആയിക്കൂടാന്നില്ലല്ലോ. അതായത് CPI, ഈ CPMൻ്റെ ശിങ്കിടികളാണല്ലോ CPI, അവർ കോൺഗ്രസിന് സപ്പോർട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. കാരണം അതാണ് ഞാൻ പറഞ്ഞു. പിന്നൊരു സാധ്യതയുള്ള 1970 പൊളിറ്റിക്സ്. അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി വന്നു, കോൺഗ്രസിൻ്റെ സപ്പോർട്ട്. കോൺഗ്രസ് ആയിരുന്നു വലിയ കക്ഷി. പക്ഷേ ചെറിയ കക്ഷിയായ CPIയുടെ നേതാവായ അച്യുത മേനോൻ MLA പോലും അല്ലാതിരുന്നിട്ട് ഡൽഹിയിൽ നിന്ന് രാജ്യസഭാ മെമ്പർഷിപ്പ് രാജിവെച്ച് വന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയായി 70. പിന്നീട് അദ്ദേഹം 6 മാസം കഴിഞ്ഞ് കൊട്ടാരക്കരയിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് 7 കൊല്ലം ഭരിച്ചു. എമർജൻസി ആയതുകൊണ്ട് ഇലക്ഷൻ നടന്നില്ല. അപ്പോൾ കേരളത്തിൽ ഏറ്റവും ദീർഘകാലം തുടർച്ചയായി ഭരിച്ച മുഖ്യമന്ത്രി അച്യുത മേനോനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ബിനോയ് വിശ്വത്തിനൊന്നും പിണറായി വിജയനെ തീരെ ഇഷ്ടമല്ല. കിട്ടണയിടത്ത് വെച്ച് പാര വയ്ക്കുക എന്നുള്ളതാണ് ബിനോയ് വിശ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ CPI മാസമായിട്ട് UDF ക്യാമ്പിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അത് CPIക്ക് എത്ര അംഗങ്ങളുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും. CPI ഒറ്റയ്ക്ക് ചെന്ന അപ്പുറത്ത് 71 അപ്പുറത്തേക്ക് കിടക്കണമല്ലോ. അതെ, എന്നാൽ മാത്രമേ നിയമസഭയിൽ ഒരു കേവല ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു ഗ്രൂപ്പായി തീരണം. അതിന് അവരുടെ അംഗബലം തികയുമെങ്കിൽ ആ പോസിബിലിറ്റിയും തള്ളിക്കളയണം പാടില്ല. പക്ഷേ ഈ 9 എന്നുള്ള ഒരു പിക്ചർ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ BJP പ്രവർത്തകരുടെയും BJP നേതൃത്വത്തിലുള്ള പലരുടെയും ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് അവർ വളരെ ഓവർ കോൺഫിഡൻ്റ് ആണ്. ഞാൻ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്ന് പ്രസംഗിച്ചു. പ്രധാനമന്ത്രി പറഞ്ഞത് കേട്ടില്ലായിരുന്നു സുജാതൻ? നമ്മൾ ഇതിനു മുമ്പ് മത്സരിച്ചത് മുഴുവൻ സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് മത്സരിച്ചിരുന്നത്. ഇത്തവണ നമ്മൾ മത്സരിക്കുക ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. പ്രധാനമന്ത്രി, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അങ്ങനെ ഒരു വിടുവായത്തരം പറയുന്ന ആളല്ല. ഓരോ വാക്കുകൾ അളന്ന് മുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് സീറോ റിപ്പോർട്ട് കിട്ടാതെ അദ്ദേഹം പറയുമോ? അത് തീർച്ചയായിട്ടും ഇല്ല. അതാണ് കേരളത്തിലെ BJP നേതാക്കൾ കണക്കൂട്ടുന്നതിനപ്പുറത്താണ് ജനങ്ങൾക്കിടയിൽ BJPയോടുള്ള അനുഭാവം. അത് BJP നേതാക്കൾ 5 സീറ്റ് കിട്ടിയാലും ഞങ്ങൾ നേടിയെന്ന് പറഞ്ഞ് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലർ പറയാറുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാനായിട്ട് കാത്തു നിൽക്കുക. ഇവർ ജയിക്കുമെന്നൊരു തോന്നലുണ്ടാക്കി കൊടുത്താൽ മതി, വോട്ട് ചെയ്യും. ആ തരത്തിലൊരു 33-34 സീറ്റുകളിൽ ഇപ്പോൾ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്.
ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഇപ്പോൾ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഇത് ജയിക്കുമെന്നൊരു തോന്നലുണ്ടെങ്കിലേ ഈ വോട്ടുകൾ വീഴൂ. ബി ജെ പിയോട് സ്നേഹമുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവസരം അവരൊരുക്കി കൊടുക്കണം. അതാണ് വേണ്ടത്. അത് ഈ സർവേയിൽ അത് വരുന്നില്ല. ഈ സർവേയിൽ അവർ 6-3 പറയുന്നത്. 6-3 ഈ സ്വതന്ത്രരിൽ ഒരാളെ ചിലപ്പം അമ്പലപ്പുഴയിലെ ജി സുധാകരനാകാം ഓക്കെ സ്വതന്ത്രൻ. അപ്പോൾ നമ്മളത് അല്ല ഇനിയിപ്പോൾ സുധാകരൻ്റെ ഇപ്പോൾ സ്വതന്ത്രനേക്കാൾ നല്ല കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ പോയി കണ്ട് വർഷിപ്പിച്ച് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു വർഷങ്ങളോളമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു നേതാവെന്ന് എനിക്ക് തോന്നിയുള്ളൂ അദ്ദേഹത്തെ കണ്ടിട്ട്. പിന്നെ അത് കൂടാണ്ട് ഈ മല്ലികാർജുൻ ഖർഗെയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസേ, RSSകാരെയും BJPക്കാരെയും എവിടെ വെച്ച് കണ്ടാലും തല്ലിക്കൊല്ലാനായിട്ട് മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട്. അതൊക്കെ ഹിന്ദുക്കളുടെ ഇടയിലൊരു എന്താ പറയുന്ന ഒരു കൊഹഷൻ അല്ലെങ്കിൽ ഒരു 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 അലേർട്ട്നെസ് സൃഷ്ടിക്കല്ലേ? അതെ അതെ. ഇത് ഈ ഇലക്ഷൻ കാലത്ത് വന്ന പല പല പ്രസ്താവനകളും ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു അരക്ഷിതബോധം ഉണ്ടാക്കുകയും അവരെ ഒന്നിപ്പിച്ച് നിർത്താനുള്ള ഒരു പ്രേരണ ശക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ BJPയുടെ സാധ്യതകൾ കൂട്ടുകയാണ് കേരളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ BJP നേതാക്കൾ കരുതുന്നതിനപ്പുറത്താണ് ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള സൽപ്പേരും സ്വാധീനവും. അത് വോട്ടാക്കി മാറ്റുന്നതിന് പറ്റിയ സ്ഥാനാർത്ഥികളെ കൊടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു. അത് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. അവർ പറ്റിയ സ്ഥാനാർത്ഥികൾ പോസിബിളായിട്ടുള്ള മണ്ഡലങ്ങളെ കൊടുത്തില്ല. ഉദാഹരണം കൊടുങ്ങല്ലൂർ, തൃപ്പൂണിത്തുറ പോലെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവർ ഘടകകക്ഷികൾക്കാണ് സീറ്റ് കൊടുത്തത്. അത് BJP നേരിട്ട് മത്സരിച്ചാൽ കുറെ കൂടെ ഇന്നത്തേനേക്കാൾ മെച്ചമായ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ല ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ കാര്യം സാബു ജേക്കബ് പറയണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ നഗരത്തിൽ BJPക്ക് നല്ല സ്വാധീനമുണ്ട്, പക്ഷേ സബർബ്സിൽ മുഴുവനും അവരുടെ 2020 അത്ര സ്വാധീനം. അതുകൊണ്ടാണ് അവർ സീറ്റ് എന്താണ് അവർ മേടിച്ചതെന്നാണ് പറയുന്നത്. എനിവേ ദിസ് ആർ ഓൾ സെക്കൻഡറി തിങ്സ്. പക്ഷേ ഈ ഒപ്പീനിയൻ പോൾ ആൻഡ് സർവേ ഇതൊക്കെ ഞാൻ ശരിക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം സിഫോളജി എന്ന് പറയുന്ന ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന ശാസ്ത്രം ഇന്ത്യയിൽ സംബന്ധിച്ചോളം വേരോടിയിട്ടില്ല. കാരണം ആരെങ്കിലും ഒരാൾ വന്ന് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല. സുജാതം പറയോ? പറയില്ല. അപ്പം തെറ്റായിട്ടുള്ളത് പറയും. യൂറോപ്പിലും അമേരിക്കയിലും ഉള്ളവരെ പറ്റി പറയണത് ഞാൻ വായിച്ചിരിക്കുന്നത്, അവർ ഓപ്പണായിട്ട് പറയും ഞാൻ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ റിപ്പബ്ലിക് പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. അത്രത്തോളം ഓപ്പൺ അല്ല. എന്നാലും ഒരു 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 എന്താ പറയുക, സിറ്റുവേഷൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു സാഹചര്യമാണ് ഈ ഒപ്പീനിയൻ പോൾ വഴി. അല്ല പല ഒപ്പീനിയൻ പോളുകളും പ്രീ പോൾ സർവേകളും ഏറെക്കുറെ ഒരു ശരിയായി വരുന്നുണ്ടായിരുന്നു പല അനുഭവങ്ങളിലും. എല്ലാം ഒന്നും കേരളത്തിലെ കാര്യം അപഹാസ്യമാണ്. കേരളത്തിലെ പത്രക്കാർ ദ സോ കോൾഡ് സിഫോളജിസ്റ്റ്, കേരളത്തിലുള്ള കുറെ സ്വയം പ്രഖ്യാപിത, അതെല്ലാം പെയ്ഡ് സർവേ അത് ഉറപ്പാണല്ലോ. അത് ചില പാർട്ടികൾക്ക് പിന്നെ അപ്പർ ഹാൻഡ് കൊടുക്കാനുള്ള ആവേശവും ചില ഇപ്പം അതിൽ പങ്കെടുക്കുന്നവരുടെ ചില രാഷ്ട്രീയം പറയാനും ഒക്കെയാണ് ആവേശം കാണിച്ചിട്ടുള്ളത്. അത് നമ്മൾ കണ്ടല്ലോ. അപ്പം അതിൻ്റെ ക്രെഡിബിലിറ്റി അത്രയേ ഉള്ളൂ. ആ സമയത്ത് നേരത്തെ തന്നെ പലതവണ അവരുടെ ക്രെഡൻഷ്യൽസ് പ്രൂവ് ചെയ്തിട്ടുള്ള ഏജൻസികളുണ്ട്. അവരെ നമ്മൾ പരിശോധിക്കുന്നത് സീരിയസ് ആയിട്ടാണല്ലോ. അവർ പറഞ്ഞ എന്താണെന്ന് നോക്കുന്നത്. അത്തരത്തിലൊരു സർവേ ആണ്, അതിൻ്റെ അനന്തരഫലമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.